എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് സമയം തികയുന്നില്ല എന്ന് പരാതി പറയുന്നതിനെ കുറിച്ചായിരുന്നു. ആരെങ്കിലും സമയം തികയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആകർഷണ തത്വം മൂലമായിരിക്കും. സമയം തികയുന്നില്ല എന്ന ചിന്തയുമായി നിങ്ങൾ വട്ടം കറങ്ങുകയാണെങ്കിൽ ഇനി മുതൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക, എനിക്ക് ആവശ്യത്തിലധികം സമയമുണ്ട് എന്ന്. അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. കാത്തു നിൽക്കുന്ന സമയത്തെ നിങ്ങളുടെ ഭാവി ജീവിതം സൃഷ്ടിക്കാനുള്ള ഗുണപരമായ സമയമാക്കി മാറ്റാം. അടുത്ത തവണ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ ആ സമയം നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചതായി സങ്കല്പിക്കാൻ ഉപയോഗിക്കുക. ഇത് എവിടെയും എപ്പോഴും ചെയ്യാവുന്നതാണ്. ഏതു സാഹചര്യത്തെയും ഗുണപരമായതാക്കി മാറ്റുക. ചിന്തകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും മുൻകൂട്ടി തീരുമാനിക്കുക എന്നത് ഒരു ശീലമാക്കുക. പ്രകൃതി ശക്തികൾ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ മുൻകൂട്ടി ചിന്തിച്ച് അവയെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം, നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം നിങ്ങൾക്ക് മുൻപേ എത്തി തയ്യാറാകും വിധം ക്രമീകരിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം ബോധപൂർവം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രത്നച്ചുരുക്കം ഞാൻ വായിക്കാം. അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് പോലെ ആകർഷണ തത്വം നമ്മുടെ എല്ലാ കൽപ്പനകളും നിറവേറ്റിത്തരും. ആവശ്യപ്പെടുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്നിങ്ങനെ ലളിതമായ 3 പടികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സൃഷ്ടിപ്രക്രിയ സഹായിക്കും. ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം. വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് ചലിപ്പിക്കുന്നു. സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അതേ വികാരാനുഭവം അനുഭവിക്കണം. ആ സുഖാനുഭൂതി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ സമാന തരംഗത്തിൽ എത്തിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഭാരം കുറയ്ക്കുക എന്നതിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മറിച്ച് ലക്ഷണമൊത്ത ശരീരം എന്നതിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യക്ഷമാക്കാൻ പ്രപഞ്ചത്തിന് സമയം ആവശ്യമില്ല. നാളെ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്